മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനത്തിൽ മഹാവികാസ് അഘാഡി പ്രതിപക്ഷമായിട്ടുള്ള മഹാവികാസ് അഘാഡി പാർട്ടികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് വിസമ്മതിച്ചതിനെ തുടർന്ന് BJP MLA ആയിട്ടുള്ള രാഹുൽ നർവേക്കർ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഡിസംബർ 5 അധികാരത്തിലെത്തിയ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാർ വിശ്വാസ വോട്ട് നേടി തിങ്കളാഴ്ച നിയമസഭയിലെ ആദ്യ ശക്തി പരീക്ഷണത്തിൽ അനായാസമായി വിജയിച്ചിരിക്കുകയാണ്. ശിവസേന MLA ഉദയ് സാമന്ത്, BJPയുടെ സഞ്ജയ് കുട്ടെ, NCP നേതാവ് ദിലീപ് വാൾസ് പാട്ടീൽ, സ്വതന്ത്ര MLAയും ഫട്നാവിസിന്റെ വിശ്വസ്തനുമായ രവി റാണ എന്നിവർ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയം ത്രിദിന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം ശബ്ദ വോട്ടിലൂടെ പാസ്സായിരിക്കുന്നു. തുടർച്ചയായി രണ്ടാം തവണയും എതിരില്ലാതെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ രാഹുൽ സർവേക്കർ പുതുതായി രൂപീകരിച്ച 15ാം നിയമസഭ അംഗീകരിച്ച പ്രമേയം നേരത്തെ പ്രഖ്യാപിച്ചു. ഭൂരിപക്ഷത്തോടെ വിശ്വാസ പ്രമേയം പാസ്സായി. BJPയും ശിവസേനയും NCPയും അടങ്ങുന്ന ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിന് 288 അംഗ നിയമസഭയിൽ 230 സീറ്റുകളോടെ ഗണ്യമായ ഭൂരിപക്ഷം ഉള്ളതിനാൽ വിശ്വാസ വോട്ട് പ്രതീകാത്മകമായിരുന്നു. 145 സീറ്റുകളുടെ ഭൂരിപക്ഷ പരിധിക്ക് മുകളിലാണ് ഇപ്പോൾ നർവേക്കർ സ്പീക്കർ ആയതോടെ സഖ്യത്തിന്റെ എണ്ണം 229ആയി. 14ാം നിയമസഭയുടെ സ്പീക്കറായി 2.5 വർഷം സേവനമനുഷ്ഠിച്ച അഭിഭാഷകനായ നർവേക്കർ ഞായറാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയുടെ MBA തീരുമാനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ്. സ്പീക്കറായിരുന്ന കാലത്ത് പാർട്ടിയുടെ പിളർപ്പിനെ തുടർന്ന് ഷിൻഡെ വിഭാഗത്തെ നിയമാനുസൃതമായ ശിവസേന ആയി പ്രഖ്യാപിക്കുകയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ യഥാർത്ഥ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് നാർവേക്കർ സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചു. നിലവിൽ അസംബ്ലി സീറ്റുകളുടെ 10% താഴെ മാത്രമുള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പ്രതിപക്ഷം യോഗ്യമാണോ എന്ന് നിർണയിക്കുന്നതിൽ മിസ്റ്റർ നർവേക്കറുടെ പങ്ക് നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രിയായി അധികാരമേറ്റയുടൻ ഫട്നാവിസ് പോലും ഈയൊരു വിഷയം സ്പീക്കറുടെ പ്രത്യേക അവകാശത്തിന് കീഴിലാണെന്ന് പറഞ്ഞു. എന്നിരുന്നാലും പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി നിയമസഭാ പാരമ്പര്യങ്ങളെ മാനിക്കണമെന്ന് പ്രതിപക്ഷം ഭരണസഖ്യത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. 1960 സംസ്ഥാന രൂപീകരണത്തിന് ശേഷം വീണ്ടും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭയിലെ 2ാമത്തെ അംഗം മാത്രമാണ് നർവേക്കർ എന്ന് ആശംസാ പ്രസംഗത്തിൽ ഫട്നാവിസ് പറഞ്ഞിരുന്നു. എന്തായാലും കോൺഗ്രസിന് ഒരു തരത്തിലുമുള്ള അവകാശവാദവും ഉന്നയിക്കാൻ പറ്റാതെ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടായത്. അതായത് എതിരില്ലാതെ വിജയിക്കുന്ന തരത്തിലോട്ടായിരുന്നു നർവേക്കറുടെ ആ ഒരു വിജയമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന്, അതായത് നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ വെറും 10% താഴെ മാത്രം നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ഇനി ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് പോലും വേണമോ എന്നും അതിന് യോഗ്യതയുണ്ടോ എന്നും നിർണയിക്കുന്നതിൽ ഇനിയിപ്പോൾ സ്പീക്കർ തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും മഹാരാഷ്ട്രയിൽ സംഭവിച്ച ആ ഒരു തോൽവി ഒരു വലിയ നാണം കെട്ട തോൽവി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ തോൽവിയുടെ ആഘാതം തന്നെയാണ് ഇപ്പോൾ നിയമസഭയിലും വീണ്ടും ആ ഒരു തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത്.